ഇനി നമ്മളുടെ ബെൽ പെപ്പർ എഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബെൽ പെപ്പർ എഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് ഒരു സ്ലൈസ് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ. അതിനൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക്. ഇനി അതിലോട്ട് ഞാനിവിടെ യെല്ലോ ബെൽ പെപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ആദ്യം ഒന്ന് ഒരു സൈഡൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 1 മിനിറ്റ് അടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് അപ്പുറത്തോട്ട് തിരിച്ചിട്ടിട്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരി മുട്ട പുറത്ത് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾക്ക് അത് ഫ്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്, കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് ആക്ച്വലി ഞങ്ങളൊരു കടയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ കഴിച്ചൊരൈറ്റാണ്. ഞാനപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇവിടെ. ഞാനതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി ഒറിഗാനോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൽ. ഇനി നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഒന്ന് കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് എല്ലാം അല്ലെങ്കിൽ 1 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് ഇത്തിരി കൂടെ ഒന്ന് കുക്ക് ആവണമെന്നുള്ളതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. ഇനി രണ്ടാമത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ബട്ടർ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അതിലോട്ട് രണ്ടാമത് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ചീസ് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് മോസറല്ല ചീസ് കട്ട് ചെയ്തിട്ട് ഞാനത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനതിനൊന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാണ്. ഒരു 1 മിനിറ്റ് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.